ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ഹൈദരാബാദിലെ ചരിത്രമുറങ്ങുന്ന കുത്തബ് ഷാഹി രാജവംശത്തിലെ രാജാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തബ് ഷാഹി ടോംസിലാണ്. ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് വളരെ അടുത്താണ് കുത്തബ് ഷാഹി ടോംസ് സ്ഥിതി ചെയ്യുന്നത്. 7 ടോംസ് എന്നും ഇതറിയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലുമായി ഹൈദരാബാദ് ഭരിച്ചിരുന്ന കുത്തബ് ഷാഹി രാജവംശത്തിലെ 7 രാജാക്കന്മാരുടെയും ശവകുടീരങ്ങൾ ഒരേ വളപ്പിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. രാജാക്കന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ സ്വന്തം ശവകുടീരങ്ങളുടെ പണി തുടങ്ങിയിരുന്നു എന്ന് പറയപ്പെടുന്നു. പേർഷ്യൻ, പഷ്തൂൺ, ഹിന്ദു നിർമ്മാണ രീതികളുടെ ഒരു അപൂർവ മിശ്രണമാണ് ഇവിടെ കാണാൻ കഴിയുക. താഴെ ചതുരത്തിലുള്ള അടിത്തറയും മുകളിൽ വലിയ താഴിക കുടങ്ങളും ഇതിന്റെ പ്രത്യേകതയാണ്. ഹൈദരാബാദ് നഗരം സ്ഥാപിച്ച മുഹമ്മദ് കുലി കുത്തബ് ഷായുടെ ശവകുടീരമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വലുതും മനോഹരവും. 42 മീറ്റർ ഉയരമുണ്ട്. കല്ലുകളിൽ തീർത്ത അതിമനോഹരമായ കൊത്തുപണികളും ശ്രദ്ധേയമാണ്. ശവകുടീരങ്ങൾക്ക് ചുറ്റുമായി മനോഹരമായ പൂന്തോട്ടവും പച്ച പരവതാനി പോലെ പുൽത്തകടിയും ഒരു പാർക്കിന്റെ ഫീലാണ് നൽകുന്നത്. ഇബ്രാഹിം ബാഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സാധാരണ ശവകുടീരങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നാറുണ്ട്. എന്നാൽ ഇവിടം ഒരു മനോഹരമായ പാർക്ക് പോലെയാണ് തോന്നുന്നത്. അത്യാവശ്യം നടന്നു കാണാനുള്ള സ്ഥലം. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവേശനം. എൻട്രി ടിക്കറ്റും ക്യാമറയ്ക്ക് പ്രത്യേക ചാർജുമുണ്ട്. അതും വളരെ ചെറിയ റേറ്റ് മാത്രമാണ് കേട്ടോ. ഗോൽക്കൊണ്ട കോട്ട സന്ദർശിക്കുന്നവർക്ക് അതേ ദിവസം തന്നെ ഇവിടേക്കും വരാവുന്നതാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഞാനും ആ കാഴ്ചകളിൽ നിന്നുമാണ് ഇവിടേക്കെത്തിയത്. മനോഹരമായ കാഴ്ചകളിലൂടെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.